ഹായ്. കാലിക്കറ്റ് റോട്ടറി ക്ലബ്ബ് ഇപ്പോൾ റീസെൻ്റ്ലി നടത്തിയ ഒരു ഇവൻറ്റിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ ഒരു ഇഷ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ, എക്സ്പെഷ്യലി ബിസിനസ്സുകാർക്ക് ട്രെയിനിങ് എടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക്, നമ്മൾ ഒരിക്കലും നമ്മളുടെ മുന്നിലിരിക്കുന്ന ആൾക്കാരെ അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ പറയുന്ന കണ്ടന്റ് വളരെ മാന്യമായ ഭാഷയിൽ നമുക്ക് സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ആസ് എ ട്രെയിനർ നമ്മുടെ ഏറ്റവും വലിയ കപ്പാസിറ്റി. ഇയാളത് ഏത് മാനസികാവസ്ഥയിലാണ് പറഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ആള് പറഞ്ഞിട്ടുണ്ട് ഉദ്ദേശിച്ചത്ര ക്രൗഡ് വരാത്തോണ്ടാണ് ആള് ലേറ്റ് ആയത് എന്നുള്ളത്. നമ്മൾ വിളിച്ചിട്ട് ഒരാൾ വന്നാൽ പോലും അയാൾക്ക് വേണ്ടി നമ്മൾ കംപ്ലീറ്റ് ട്രെയിനിങ് എടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ബിക്കോസ് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് വന്ന ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. മൂന്നാമത്തത്, നമുക്ക് വേണ്ടി ഒരു വ്യക്തി പോലും വെയിറ്റ് ചെയ്തിരിക്കാൻ പാടില്ല. കാരണം എൻ്റെ മെന്റർ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഒരിക്കലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനം ലോകത്തുള്ളൂ, ഒരാളുടെ സമയം. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ മിക്കവാറും എൻ്റെ എല്ലാ ട്രെയിനിങ്ങിലും അരമണിക്കൂർ മുൻപ് ഞാൻ അവിടെ എത്താറുണ്ട്. ചിലപ്പോൾ അരമണിക്കൂർ ലേറ്റ് ആയിട്ടായിരിക്കും പ്രോഗ്രാം നടക്കുക. എന്നാൽ പോലും നമ്മൾ കാരണം മറ്റൊരാളുടെ ടൈം വേസ്റ്റ് ആവാൻ പാടില്ല. നമ്മൾ ലൈഫിൽ വളരും തോറും നമ്മൾ കൂടുതൽ ഹമ്പിൾ ആവണം, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം, മനസ്സിലാക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമാണ് നമ്മളുടെ ഗ്രോത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ടും പവർഫുൾ ആയിട്ടും വരുള്ളൂ. അഭിപ്രായങ്ങൾ സ്ട്രോങ് ആയിട്ടുണ്ടാവാം, പക്ഷെ മറ്റൊരാളെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മാത്രമേ അത് പറയാൻ പാടുള്ളൂ.